ഏയ് സോ എക്സലന്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ. സോ നമ്മൾക്കെല്ലാവർക്കും മാത്സ് ഭയങ്കര ടഫാണല്ലേ? സോ മാത്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രിക്സ് അതുപോലെ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ. സോ അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എക്സാം ഏകദേശം ഒരു 80 മാർക്കിൽ 20 മാർക്കിൻ്റെ അടുത്ത് വരുന്ന ഒരു ചാപ്റ്റർ. സോ ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം പാസ്സാവാനുള്ളതുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. സോ അതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ. സോ ഇതിന് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അരിത്തമെറ്റിക് സീക്വൻസിൽ കീ നോട്ട് പോയിന്റ്സ് അല്ലെങ്കിൽ എന്താ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫോർമുലാസ് ഏതാന്ന് പറഞ്ഞിട്ടൊരു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് പോയി കണ്ടേക്കാം. അതിൻ്റെ ജസ്റ്റ് നമുക്ക് എക്സാം ടൈമിലൊന്ന് ഓടിച്ച് നോക്കാനും അതുപോലെ എന്താ പറയുക പെട്ടെന്ന് എക്സാംസ് ഒക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. ഒരു 3 മിനിറ്റ് വീഡിയോ ഉള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻ അത് വെച്ചിട്ട് അതെങ്ങനെയാണ് ചെയ്യുക, ഒരു ഫോർമുല മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന സ്റ്റുഡൻസിന് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ. ഈ വീഡിയോയിൽ നമ്മൾ ആ ഇക്വേഷൻസ് എങ്ങനെ ചെയ്യും എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബുക്കിലെ പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഏതാണ് പ്രോബ്ലം വേണ്ടതെന്നും അതിൻ്റെ പേജ് നമ്പർ ക്വസ്റ്റ്യനും നമ്പറും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇക്വേഷൻസ് എങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഔട്ട് പിക്ചറാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സീക്വൻസും അരിതമെറ്റിക് സീക്വൻസും ഇല്ലേ? സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബുക്സിലൊക്കെ കാണുന്ന എന്താ പറയുക ഒരു പാറ്റേൺസ് അതൊക്കെ സീക്വൻസ് ആണ്. പക്ഷേ അരിതമെറ്റിക് സീക്വൻസിന് പ്രോപ്പർട്ടി സീക്വൻസിനെ വേർതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അരിതമെറ്റിക് സീക്വൻസ് ആവണമെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് എന്തുണ്ടായിരിക്കണം, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, കോമൺ എല്ലാ ടേംസിനും കോമൺ ആയിട്ടുള്ളൊരു ഡിഫറൻസ്. അതായത് ഒന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും തമ്മിൽ സെയിം ആയിരിക്കണം. അതേ ഡിഫറൻസ് തന്നെ ആയിരിക്കും രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും തമ്മിലുള്ളത്. ഓരോ ഇൻ്റർവെല്ലിനിടയിലും ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ്. ഇതിൻ്റെ ലെക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല, സിമ്പിളാണ്. ഓക്കെ. കോമൺ ഡിഫറൻസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു സിമ്പിൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇത്. പരീക്ഷയ്ക്ക് SSLC എക്സാമിന് ചോദിക്കാറുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ കോമൺ ഡിഫറൻസ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നാണെന്ന് പറയാം. ഓക്കെ. അതിനായിട്ട് 2 ഫോർമുലാസ് നമുക്കുണ്ട്. ഓക്കെ. ഫസ്റ്റ് വൺ ഇസ് x2 മൈനസ് x1 എന്ന് പറയുന്നതാണ്. സോ ഈ x2 x1 എന്താണെന്ന് അറിയാണ്ട് നമ്മൾ വെറുതെ ഫോർമുല പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് x1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേമും x2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേമുമാണ്. ഓക്കെ. ഓർത്ത് വയ്ക്കാൻ സിമ്പിളാണ്. ഒരു ഓട്ട മത്സരത്തിൽ ആദ്യം എത്തിയ ആളെന്താ, ഫസ്റ്റ് 1 അല്ലേ, ഒന്നാമത്തെ ടേം x1. ഓക്കെ. സെക്കൻഡ് എത്തിയ ആളാരാണ്, x2 രണ്ടാമത്തെ ടേം x2. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർമുല നോക്കി ഇവിടെ മക്കളെ, ഫോർമുല എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, 2 മൈനസ് x1 എന്ന് അല്ലേ. സോ x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ടേമിൽ നിന്ന് വേണം ഒന്നാമത്തെ ടേം മൈനസ് ചെയ്യാൻ. x1 മൈനസ് x2 എടുത്താലോ ആൻസർ തെറ്റിപ്പോകും. സോ അതുകൊണ്ട് ഫോർമുല നല്ല ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന് രണ്ടാമത്തെ ഒരു ഫോർമുല ഉണ്ട്, കണ്ടോ, ഡിഫറൻസ് ഇൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. അതെന്തിനാ, ഒരു ഫോർമുല പോരെ, അതെന്തിനാന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരും. ഓക്കെ. എന്താണ് ഡിഫറൻസ് ഇൻ ടേംസ്, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സബ്സ്ട്രാക്ഷൻ അല്ലേ. അതായത് ടേംസ് തമ്മിൽ കുറയ്ക്കും, അതേ ഡിവൈഡഡ് ബൈ എന്താണ്, ആ ടേംസ് ഇരുന്നിരുന്ന പൊസിഷൻ തമ്മിൽ കുറയ്ക്കും. ഓക്കെ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നോക്കിയ മക്കളെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് 11, 16, 21, 26 എന്ന് പറയുന്ന അരിതമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. സോ നമുക്കറിയാം എന്താണ്, ഇവിടെ ഒന്നാമത്തെ ടേം ആരാ, 11, രണ്ടാമത്തെ ടേം ആരാ, 16. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോർമുല കൊടുക്കാം, കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു എന്താണ്, x2 മൈനസ് x1. തിരിച്ചു കൊടുത്താൽ ആൻസർ തെറ്റിപ്പോവേ, ശ്രദ്ധിക്കണം. 2 എന്ന് പറയുന്നത് ഇവിടെ എത്രയാ, 16 മൈനസ് എന്താണ് 11. ഓക്കെ. സിമ്പിൾ കാൽക്കുലേഷൻസ് ആണെങ്കിലും വർക്കിംഗ് ഓർഡത്തിൽ ചെയ്ത് നോക്കിക്കോളാം. സിമ്പിൾ ആണെന്ന് വിചാരിച്ച് നമ്മൾ മെന്റൽ കാൽക്കുലേഷൻ ചെയ്താൽ ചിലപ്പോൾ എന്ത് ചെയ്ത് പോവും, തെറ്റിപ്പോവും. സോ നമുക്ക് എന്ത് കിട്ടും, ഇതാ 5 എന്ന് കിട്ടും. ഓക്കെ. ആൻസർ ഈസ് എന്താണ്, 5.
സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ മാത്സ്. മാത്സ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാ. അപ്പൊ സാറേ ഇങ്ങനെ രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കുന്നത്? അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയണം. ചില ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്, ഈ തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അരിത്മെറ്റിക് സീക്വൻസ് ആണോ നോക്കണമെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഇന്റർവെൽ കഴിയുമ്പോൾ കോമൺ ഡിഫറൻസ് സെയിം ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോമൺ ഡിഫറൻസ് കൂടെ കണ്ടുപിടിച്ച് വെക്കുക. എന്താണ്? x3 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മൂന്നാമത്തെ പൊസിഷൻ മൈനസ് x1 അല്ല കേട്ടോ, അടുത്ത ആള് തമ്മിലുള്ളത് വേണം. x3 മൈനസ് x2 എന്ന് പറയുന്നത്, x3 എത്ര അവിടെ? ഓക്കെ, 21 മൈനസ് എന്താണ് x2 എന്ന് പറയുന്നത്? സോ അതും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5. സോ ഇവിടെയും 5 ആണ്, ഇവിടെയും 5. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ആണ്. ഡിഫറൻസ് ഇൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. അതെന്തിനാ യൂസ് ചെയ്യുന്നത്? സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 11 ഡാഷ് ഡാഷ് 26. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ടേം ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ ടേം ഉണ്ടോ? ഇല്ല. രണ്ടാമത്തെ ടേം ഇല്ല, മൂന്നാമത്തെ ടേമും ഇല്ല. പിന്നെ കൊടുത്തേക്കുന്ന നാലാമത്തെ ടേം. സോ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുമോ? x2 മൈനസ് x1 ചെയ്യാൻ പറ്റത്തില്ല. x2 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല, സോ അത് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നതാണ്, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ഡിഫറൻസ് ഇൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ നോക്കിയേ, ഡിഫറൻസ് ഇൻ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? ടേംസ് ഏതാ നോക്കി നോക്കിയേ. നമ്മൾ നോക്കുകയാണ്, ഇതാ 11 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫസ്റ്റ് ടേം ആണ് അല്ലേ? എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ഉണ്ടോ? ഇല്ല. തേർഡ് ടേം ഉണ്ടോ? ഇല്ല. പിന്നെ അപ്പോഴത്തേക്കും 26, അത് ഏത് ടേമാ? ഫോർത്ത് ടേം ആണ് അല്ലേ? സോ നമ്മൾ എങ്ങനെ ചെയ്യും? അത് നോക്കിയാൽ നമ്മുടെ ഫോർമുല എന്താണ്? ഡിഫറൻസ് ഇൻ ടേംസ്. നോക്കി, ഒന്നാമത്തെ ടേം ആണ് 11, അത് നാലാമത്തെ ടേം ആണ് 26. സോ ഇതിന്റെ ഡിഫറൻസ് കാണുമ്പോൾ എപ്പോഴും വലുതിൽ നിന്ന് ചേർത്തെടുക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ ആകുമ്പോഴേ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ കിട്ടും, പക്ഷെ ചില മിസ്റ്റേക്സ് വരാറുണ്ട്. സോ 26 മൈനസ് 11 ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയി, ഡിവൈഡഡ് ബൈ എന്താണ്? ഡിഫറൻസ് ഇൻ പൊസിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മക്കളെ, എന്താണ്? 26 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാ? നാലാമത്തെ ടേമാ. സോ 26ന് താഴെ നമ്മൾ എന്ത് എഴുതണം? 4 എന്ന് എഴുതണം. മൈനസ് 11 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാ? ഒന്നാമത്തെ ടേം. ഡിഫറൻസ് ഇൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ, അത് എത്രാമത്തെ പൊസിഷനിലാണ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഒന്ന് ചെയ്ത് നോക്കിയാൽ 26 മൈനസ് 11 എത്രയാ? നമ്മൾ ചെയ്ത് നോക്കാം. 26 മൈനസ് 11, 5 ബാക്കി 1. ഓക്കെ, എത്ര കിട്ടും? 15 എന്ന് കിട്ടും. 15 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 5 എന്ന ആൻസർ കിട്ടും. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് തരിക, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പാറ്റേണിലും തരാറുണ്ട്. ഓക്കെ, നമുക്ക് പറയുകയാണെങ്കിൽ ഏഴാമത്തെ ടേം 20 ആൻഡ് 10ാമത്തെ ടേം 102 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യണം. 7 10 എന്നെടുത്തിട്ട് 102 20 മൈനസ് ചെയ്യും, എന്നിട്ട് 7 10 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു കോമൺ ഡിഫറൻസ് കിട്ടും. സോ ഇത്തരമുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്നും കൂടെ ഒന്ന് നോക്കിയ മക്കളെ, എന്തായിരുന്നു ഒന്നാമത്തെ ഇക്വേഷൻ? 2 മൈനസ് x1ഉം, പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? അടുത്തടുത്ത ടേംസ് തന്നിട്ടില്ലെങ്കിൽ യൂസ് ചെയ്യാനുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഡിഫറൻസ് ഇൻ ടേംസ് ആൻഡ് ഡിഫറൻസ് ഇൻ പൊസിഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? സോ കോമൺ ഡിഫറൻസ് കഴിഞ്ഞ് ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി രണ്ടാമത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു പ്രോബ്ലം ആണ് എന്തെന്ന് പറയുന്നത്? സം ഓഫ് ടേംസ് എന്ന് പറയുന്നത്. ഈ സം ഓഫ് ടേംസ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ്റെ സം എന്ന് കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ ഓടി വന്നിട്ട് ഇത് എടുക്കാറില്ല, മറ്റേ വേറൊരു ഫോമിലാണ് പോകാറ്. ഈ ചില സമ്മുകൾ കാണുന്ന സമയത്ത് നമുക്ക് ഈ സാധനം ഓർമ്മ വരണം. ഓക്കെ, നോക്കി നോക്കാം. സം ഓഫ് ടേംസ് ഓഫ് എ നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഇഫ് ദ നമ്പർ ഓഫ് ടേം ഈസ് ഓഡ്, അതായത് നമ്പർ ഓഫ് ടേംസ് ഈസ് ഓഡ്, അതായത് സപ്പോസ് ഞാൻ പറയാം അരിത്തമെറ്റിക് സീക്വൻസ് ആണ് 2 4 6 8 ഇതിലെ നമ്പർ ഓഫ് ടേംസ്, എത്ര ടേമുകളുണ്ട്? 5 അല്ലേ? 5 എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പറാണ് അല്ലേ? 5 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. നമ്പർ ഓഫ് ടേംസ് ആണ് ഓഡ്. സാറേ ഇതിൽ 10 എന്ന് പറയുന്നതല്ലേ ലാസ്റ്റ്? 10 ഈവൻ നമ്പർ ആണല്ലോ, അപ്പൊ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും? അങ്ങനെയല്ല, ലാസ്റ്റ് ടേം അല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേംസ്, അതിൽ എത്ര ടേമുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? യെസ്, ഓഡായിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് ടേംസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഈ ഒരു മെത്തേഡ് വഴി വേണം ചെയ്യാൻ വേണ്ടി. സോ സം ഓഫ് ടേംസ് ഈസ് ഓഡ് ആണ് വെച്ചെങ്കിൽ സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. ഇവിടെ നോക്കി, ഈ 5 എണ്ണം ഉണ്ടെങ്കിൽ ഓഡ് നമ്പറിന് എന്ത് വരുള്ളൂ?
മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്താ? നടുവിൽ കിടക്കുന്ന ആള്. നോക്കിയേ ഇവിടെ 2ഉം 4ഉം ഇവിടെ 8ഉം 10ഉം അല്ലേ? നടുവിൽ കിടക്കുന്നത് ആരാ? 6. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്നത്. സോ ഈ മിഡിൽ ടേം ഇൻടു നമ്പർ ഓഫ് ടേംസ്. ഇൻടു നമ്പർ ഓഫ് ടേംസ് പറഞ്ഞാൽ എത്ര ടേമുകൾ ഉണ്ടായിരുന്നു? അതാണ് നമ്പർ ഓഫ് ടേംസ് എന്ന്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നാ പറഞ്ഞത്? സം ഓഫ് ടേംസ് കിട്ടും. യാണല്ലോ. ഞാൻ പറയുകയാണ് 15 ടേം ഉണ്ടായിരുന്നു. മിഡിൽ ടേം എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കുക? അതിനൊരു ഫോർമുല ഒക്കെ ഉണ്ട്. മക്കള് ഫോർമുല ആയിട്ടൊന്നും പഠിക്കണ്ട. ആ 15ന്റെ കൂടെ 1 കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ബൈ 2 ചെയ്യുക. ബൈ 2 ചെയ്യുമ്പോൾ കിട്ടും 16/2 ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. സോ എട്ടാമത്തെ ടേം ആണ് അവിടെ. ഇതല്ല മിഡിൽ ടേം. എട്ടാമത്തെ ടേം ആണ് അവിടുത്തെ എന്ത് ടേം? മിഡിൽ ടേം. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. The eighth term of an arithmetic sequence is this. And ചിലപ്പോൾ പറയുവാണ് 15th term is this എന്ന് പറഞ്ഞിട്ട് തരും. അങ്ങനെ ആവുമ്പോൾ ആൻഡ് ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഇൻ ഫസ്റ്റ് ടേം. കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും തന്നിട്ടില്ലെങ്കിൽ സമ്മ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സാധനമാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കോമൺ ഡിഫറൻസോ ഫസ്റ്റ് ടേമോ തന്നിട്ടുണ്ടെങ്കിൽ സമ്മിൽ വേറെ ഇക്വേഷൻസ് ഉണ്ട്. അതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. സോ ഇനി പറയട്ടെ രണ്ടാമത് സം ഓഫ് ടേം ഈസ് ഈവൺ. എപ്പോഴും ഓഡ് നമ്പേഴ്സ് തന്നെ ആവണമെന്നില്ലല്ലോ. ഓക്കെ. 2, 4, 6, 8, 10, 12 എന്ന് പറയുന്നത്. നോക്കിയേ ഇതെല്ലാം ഈവൺ നമ്പേഴ്സ് ആയതുകൊണ്ട് സാർ ഈവൺ എടുത്തു എന്നല്ല. ഓക്കെ. ഇവിടെ നോക്കുക 1, 2, 3, 4, 5, 6 ഉണ്ടോ? 6 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? ഈവൺ നമ്പർ ആണ്. ഈവൺ നമ്പർ ആയതുകൊണ്ട് എന്ത് ചെയ്തു? നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. ഏതാ? സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു സം ഓഫ് പെയേഴ്സ്. എന്ത് പെയേഴ്സ്? പെയേഴ്സ് ഒരു ജോഡി ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 എണ്ണം അല്ലേ പെയേഴ്സ്. സോ പെയേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക മക്കളെ. ആദ്യത്തെ 2 പേര് ഒരു പെയർ അങ്ങനെയല്ല. ഓക്കെ. ആദ്യത്തെ ആളും അവസാനത്തെ ആളുമാണ് എന്ത് ചെയ്യുന്നത്? ഒരു പെയർ ആവുന്നത്. അതാണ് സം ഓഫ് പെയേഴ്സ്. ഇവിടെ സം ഓഫ് പെയേഴ്സ് എത്ര? ഇയാൾ 2ഉം ഇയാൾ 12ഉം. സോ 2 പ്ലസ് 12 ഈസ് ഈക്വൽ ടു 14. ഓക്കെ. ശ്രദ്ധിച്ചെടുക്കണം. സം ഓഫ് പെയേഴ്സ് നോക്കി. ഇതും സം ഓഫ് പെയേഴ്സ് 4 പ്ലസ് ഇതും 14 അല്ലേ? 6 പ്ലസ് ഇതും 14. അതായത് ഈവൺ നമ്പേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത് ഓരോ അറ്റത്തുള്ള പെയേഴ്സ് എടുത്താലും അവരുടെ സം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിൽ ഏത് പെയർ വേണമെങ്കിലും എടുക്കാം. എന്ന് വെച്ചിട്ട് മക്കളെ പോയിട്ട് എന്ത് ചെയ്യരുത്? 4ഉം 6ഉം ഇടയിൽ എടുക്കരുത്. ഓക്കെ. സോ സം ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണെച്ചെങ്കിൽ എന്ത് ചെയ്യണം? സം ഓഫ് പെയേഴ്സിന്റെ നമ്പർ ഓഫ് പെയേഴ്സ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓഡ് നമ്പറും നമ്മൾ പഠിച്ചു, ഈവൺ നമ്പറും പഠിച്ചു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ. ഇത് കൊടുത്തേക്കുവാണ് 11, 16, 21, 26, 31. ഫൈൻഡ് ദ സം ഓഫ് 8. അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ. സോ ഇതിൽ നോക്കി ഇങ്ങനെ എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കി ഇതിന്റെ സമ്മ കണ്ടുപിടിക്കാൻ വന്നേക്കുന്നത്. സോ വെറുതെ സമ്മ കൊടുത്തേക്കുവാണെങ്കിൽ ഇപ്പൊ ഇതിൽ എല്ലാ ടേംസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സമ്മ കണ്ടുപിടിക്കാൻ മറ്റേ ഫോർമുലാസ് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ പറയുന്ന എത്ര ടേം ഉണ്ടെന്ന് നോക്കി 1, 2, 3, 4, 5. സോ 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പറാണ് അല്ലേ? ഓഡ് നമ്പർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോർമുല എന്തായിരുന്നു? സം ഓഫ് ടേംസ് എന്ന് പറയുന്നത് അതായത് സം എന്ന് പറയുന്നത് സം ഈസ് ഈക്വൽ ടു എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അല്ലേ? മിഡിൽ ടേം എന്ന് പറയുന്നത് ഇവിടെ ഏത് വരും? മൂന്നാമത് കിടക്കുന്ന 21 നമ്മൾ എന്തെന്ന് പറയുന്നത്? മിഡിൽ ടേം എന്ന് പറയുന്നത് 21 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഇവിടെ എത്രയാ? 5 എന്ന് പറയുന്നത്. സോ 21 ഇൻറ്റു 5. 1 ഇൻറ്റു 5, 5. 2 ഇൻറ്റു 5, 10. ഓക്കെ. സോ 105 എന്ന് പറയുന്നതാണ് എന്ത്? ഇതിന്റെ സം എന്ന് പറയുന്നത്. അതായത് ഈ ടേമുകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സം എന്ന് പറയുന്നത് എത്രയാണ്? 105 ആണ്. ഓക്കെ. മറ്റേ ഫോർമുലയും യൂസ് ചെയ്യാം. ഇത് ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ ടേംസും ക്ലിയർ ആയിട്ട് തന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നേക്കുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. The first term is 11 and the fifth term is 31. ഓക്കെ. ഫൈൻഡ് ദ സം എന്ന് ചോദിച്ചാലോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേം 11, ഫിഫ്ത്ത് ടേം 31 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതാ 5 ടേംസ് ഉള്ളത്. ഒന്നാമത്തെ ടേമും ഉണ്ട്, അഞ്ചാമത്തെ ടേമും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ സം എന്ന് പറയുന്നത് ചിലപ്പോൾ 105 എന്ന് തന്നിട്ടുണ്ടാവും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മിഡിൽ ടേം എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ മിഡിൽ ടേം കണ്ടുപിടിക്കാനും ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ഇക്വേഷൻ വെച്ച് പല ട്വിസ്റ്റഡ് ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഇക്വേഷൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ.
ഓക്കെ. സോ എത്ര ടേം ഉണ്ട് അതിന്റെ മിഡിൽ ടേം കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ 5 ആയതുകൊണ്ട് നമുക്ക് സുഖാ. 5 + 1 6 അല്ലേ? 6ന്റെ പകുതി എത്രയാ? 3. മൂന്നാമത്തെ ടേമാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? മിഡിൽ ടേം എന്ന് പറയുന്നത്. കണ്ടോ? മിഡിൽ ടേം കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇപ്പൊ സപ്പോസ് 15 ഇതുണ്ട്. അതിലെ മിഡിൽ ടേം കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എട്ടാമത്തെ ടേം കണ്ടുപിടിക്കുക. ചിലപ്പോൾ മിഡിൽ ടേം എന്നൊന്നും പറയത്തില്ല ട്ടോ. എട്ടാമത്തെ ടേം കണ്ടുപിടിക്കുക. സോ നമ്മൾ എട്ടാമത്തെ ടേം എന്നൊക്കെ പറഞ്ഞിട്ട് nth ടേം കാണാനുള്ള അതിലെ ഫോർമുലയിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. ഓക്കെ. അവിടെ കോമൺ ഡിഫറൻസ് തരത്തില്ല. ഫസ്റ്റ് ടേം തരത്തില്ല. സോ അതൊക്കെ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള ഫോർമുലാസ് ഉപയോഗിക്കണം. ഓക്കെ. സോ ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? സം ഓഫ് ടേംസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ മിഡിൽ ടേം ഇൻ നമ്പർ ഓഫ് ടേംസ്. ഏതാണെങ്കിൽ ഓഡ് ആണെങ്കിൽ. ഇനി ഈവൻ ആണെങ്കിലോ അതേ സീക്വൻസ് തന്നെ നോക്കി ഇവിടെ തന്നെ 1, 2, 3, 4, 5, 6. അതുണ്ടോ? 6 ഉണ്ട്. സോ 6 ആവുമ്പോൾ എന്താ? ഇറ്റ് ഈസ് ഈവൻ. ഈവൻ ആവുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? സം ഈസ് ഈക്വൽ ടു സം ഓഫ് പെയേഴ്സ് അല്ലേ? ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ് ആണ് കേട്ടോ. അത് ഓർത്ത് വെക്കും. സം ഓഫ് പെയേഴ്സ് ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ്. നോക്കിയേ 1, 2, 3, 4, 5, 6 ടേം. സോ ഇതിലെ പെയർ എന്ന് പറയുന്നത് ആദ്യം കിടക്കുന്നതും അവസാനം കിടക്കുന്നതും അല്ലേ? സോ എത്ര എത്ര പെയർ അല്ല ഏതാ പെയേഴ്സ്? 11 + 36. സോ 36 + 11 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 47 എന്ന് കിട്ടും. അതാണ് എന്ത്? സം. നിങ്ങൾ നോക്കി നോക്ക്. ഇതെടുത്താലും എന്ത് കിട്ടും? നിങ്ങൾക്ക് 47 കിട്ടും. ഇതെടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 47 കിട്ടും. സോ ഏതെടുത്താലും എന്ത് കിട്ടണം നിങ്ങൾക്ക്? സം ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 47 ആണ്. ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ്. നമ്പർ ഓഫ് പെയേഴ്സ് പറഞ്ഞാലോ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഈ 6 എണ്ണത്തിന് എന്ത് ചെയ്താൽ മതി? ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെയർ കിട്ടും. എത്ര പെയർ? 3 പെയർ. അതെങ്ങനെ സാർ എങ്ങനെ കിട്ടിയത് നോക്കി? ആദ്യത്തതും അവസാനത്തതും ഒരു പെയർ. ഇത് രണ്ടാമത്തെ പെയർ. ഇത് മൂന്നാമത്തെ പെയർ. നമുക്ക് സപ്പോസ് ഇപ്പൊ ഒരു 100 സംഖ്യയൊക്കെ തന്നാലോ ഇതൊക്കെ ഇതുപോലെ പെയർ ആയിട്ട് ഇരുത്താൻ പറ്റുമോ? ഇല്ല. സോ ആ പെയർസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിനെ ബൈറ്റ് ചെയ്യാം. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമായിരുന്നു? ഒന്ന് പ്ലസ് ഒന്ന് ചെയ്യണമായിരുന്നു. ഇവിടെ ആകുമ്പോൾ നമുക്ക് എന്ത് വേണ്ട? പ്ലസ് ഒന്നും വേണ്ട. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് പെയർസ് കിട്ടും. സോ ഇവിടെ എത്ര എന്ന് കിട്ടി? 3 എന്ന് കിട്ടി. സോ നമ്മുടെ ആൻസർ വരുന്നത് 47 ഇൻറ്റു 3 ആണ്. സോ 21 1 ബാക്കി 2 12 14 141 ആൻസർ. ഓക്കെ ആണല്ലോ. സോ ഇതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? സം. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. സോ ഈ രണ്ടും ട്രിക്കി ആയിട്ടുള്ള ഫോർമുലാസ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ പറയാറുണ്ട് അരിതമെറ്റിക് സീക്വൻസ് റൈറ്റ് അരിതമെറ്റിക് സീക്വൻസ് ഓഫ് സം ഈസ് 300 ഹാവിംഗ് 6 ടേംസ് എന്ന് പറഞ്ഞത് ഫിക്സ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. 300 സം ആണെന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് അവിടെ എന്ത് വന്നു? സം തന്നിട്ടുണ്ട്. സം ഓഫ് പെയേഴ്സ് നമുക്കറിയത്തില്ല. നമ്പർ ഓഫ് പെയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. നമ്പർ ഓഫ് പെയേഴ്സ് 6 ടേംസ് എന്ന് പറഞ്ഞില്ലേ? 6 ആണെങ്കിൽ എത്രയാ? ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്ന എന്താണ്? അവിടെ സം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 300 ഈസ് ഈക്വൽ ടു സം ഓഫ് പെയേഴ്സ് നമുക്കറിയില്ല. സോ അതുകൊണ്ട് നമ്മൾ സം ഓഫ് പെയേഴ്സ് തന്നെ എഴുതി. ഇതിന്റെ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 6/2 എന്ന് പറയുമ്പോൾ 6/2 എത്രയാ? 3 എന്ന് കിട്ടും. സോ നമ്പർ ഓഫ് പെയേഴ്സ് 3. ഇതൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. 6 ടേംസിനെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ 6 എടുത്താൽ എത്ര പെയേഴ്സ് ഉണ്ട് നോക്കാം. ഇനി ഇതിനെന്ത് ചെയ്യും? ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡിവൈഡ് ആയിട്ട് മാറും. അതായത് 300 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 100. 100 ആണ് ഉത്തരം. 100 എന്താ? സം ഓഫ് പെയേഴ്സ്. ആ അരിതമെറ്റിക് സീക്വൻസിൽ ആദ്യത്തേതും അവസാനത്തേതും തമ്മിൽ എന്ത് ചെയ്താൽ മതി? സമ്മ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? എത്ര കിട്ടണം മക്കളെ? 100 കിട്ടണം. അപ്പൊ സപ്പോസ് ഞാൻ എടുക്കുകയാണ് 25ഉം 75ഉം. സമ്മ് 100 ആയോ? അല്ലേ? ഇതിന്റെ ഇടയിൽ ഇനി എത്ര ടേംസും കൂടെ ഉണ്ട്? 4 ടേംസും കൂടെ ഉണ്ട്. സോ നമുക്ക് ഏത് ഫസ്റ്റ് ടേമും കിട്ടി, സിക്സ്ത് ടേമും കിട്ടി ഇല്ലേ? സോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? ഡിഫറൻസ് ഇൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ ക്വസ്റ്റ്യൻ. അങ്ങനെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ബാക്കി ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ടെക്സ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഡൗട്ട് ഇല്ലല്ലോ? നമ്മുടെ ഫോമുല നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ പോവാ. എന്തായിരുന്നു? സം ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ എന്തായിരുന്നു ആ മഞ്ഞ കളറിലുള്ള നോക്കിയേ? സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. സം ഓഫ് ടേംസ് ഈവൺ ആണെങ്കിൽ അല്ലെങ്കിൽ സം ഓഫ് ടേംസ് അല്ല സോറി നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണെങ്കിൽ സം ഓഫ് ടേംസ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് പെയേഴ്സ് ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ്. ഓക്കെ ആണല്ലോ. സോ രണ്ട് ഫോർമുലയിലെ കോമൺ ഡിഫറൻസിന്റെ ഫോർമുല മറന്നുപോയോ? ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കി. x2 - x1 ഡിഫറൻസ് ഇൻ ടേംസ് ഡിവൈഡ്. ഓക്കെ ആണല്ലോ. രണ്ട് ഫോർമുലാസ്, രണ്ട് സെറ്റ് ഓഫ് ഫോർമുലാസ്. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള കണക്ക് നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നതാണ് ലാസ്റ്റ് ടേം അല്ലെങ്കിൽ nth ടേം.
അല്ലെങ്കിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോമുലയാണ് നമ്മൾ ഇനി വിളിക്കാൻ പോകുന്നത്. നിങ്ങളോട് ചോദിക്കാൻ 8ാമത്തെ ടേം കണ്ടുപിടിക്കുക, 25th ടേം കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ഇത്രാമത്തെ ടേം എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി അടുത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, അതിനും എന്തുണ്ട്, നമുക്ക് രണ്ട് ഫോർമുലാസ് ഉണ്ട്, രണ്ടും സെയിം ആണ്, പക്ഷെ കുറച്ച് കൺഫ്യൂസിങ് ആണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കാം. എക്സ് എൻ എന്നല്ല nth ടേമിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് കേട്ടോ എക്സ് എൻ എന്ന് പറയുന്നത്. സോ എക്സ് എൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 8ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് എഴുതും, x8 എന്ന് എഴുതും. എന്നിന് പകരം എന്ത് എഴുതി, 8 എഴുതി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് 100ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്, x100. അങ്ങനെയാണെങ്കിൽ 25ാമത്തെ ടേം ഇങ്ങനെ x25. ഓക്കെ, സോ എന്താണോ n ആയിട്ട് എടുക്കുന്നത് അത് നമ്മൾ താഴെ എഴുതിയിട്ട് അതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സ് എൻ എന്ന് വെച്ചാൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇതിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫസ്റ്റ് ടേം ആണ്. ഓക്കെ ആണല്ലോ. ആൻഡ് ഇവിടുത്തെ ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. തെറ്റിപ്പോവരുത്. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കി, എ എൻ പ്ലസ് ബി ആണ്. അതിന് എ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കരുത്. എ ഈസ് ദ കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. എ എൻ എന്ന് പറയുന്നത് nth ടേം കേട്ടോ. ഓക്കെ, പ്ലസ് ബി വേർ ബി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എ. എഫ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഫസ്റ്റ് ടേമും എ എന്ന് പറയുന്നത് എന്താ, കോമൺ ഡിഫറൻസും. ആൾജിബ്രിക് എക്സ്പ്രഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷൻസ് എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയും. ഇന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും എടുക്കാം ഇതും എടുക്കാം. ഓക്കെ, ഏത് വേണമെങ്കിലും എടുക്കാം. രണ്ട് ടേമിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ എക്സ് എൻ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ലാസ്റ്റ് ടേം ആണ്, അല്ലെങ്കിൽ nth ടേം എന്നൊക്കെ പറയും. എത്രാമത്തെ ടേം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാനൊക്കെ പറയും, നമ്മൾ ഈ ഒരു ഫോമുല തന്നെ യൂസ് ചെയ്യും. ഇനി അതെങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു. ഫൈൻഡ് ദ 10th ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. 10ാമത്തെ ടേം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ പറ്റിയതാ, 10ാമത്തെ എക്സ് 10 നമ്മളോട് കണ്ടുപിടിക്കാൻ വന്നേക്കുന്നത് അല്ലേ. ഓക്കെ, രണ്ട് മെത്തേഡിലും നമുക്ക് ചെയ്യാം. 10 എന്ന് പറയുന്നത് ആദ്യത്തെ ഫോർമുല എന്തായിരുന്നു, എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു പി എന്ന് പറയുന്ന ഫോർമുല. ഓക്കെ, നോക്കിയേ എങ്ങനെ, എഫ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ എന്താന്ന് പറഞ്ഞു, ഫസ്റ്റ് ടേം. ഇവിടുത്തെ ഫസ്റ്റ് ടേം ഏതാ, 11. സിമ്പിൾ അല്ലേ. 11 പ്ലസ് എൻ മൈനസ് വൺ. ഇവിടെ എൻ എന്ന് പറയുന്നത് ഏതാമത്തെ ടേം, എത്രാമത്തെ ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, എൻ എന്ന് പറയുന്നത്. സോ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും എത്രാമത്തെ, അതാണ് നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നത്, അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, എൻ ആയിട്ട് എടുക്കുന്നത്. സോ 10 മൈനസ് വൺ ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച് വെക്കണം. എങ്ങനെയാ കോമൺ ഡിഫറൻസ് ഇക്വേഷൻ എന്തായിരുന്നു, ത്രീ ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. സാറേ ഇവിടെ രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കണോ, ആവശ്യമില്ലല്ലോ, അടുത്തടുത്ത ടേംസ് ഇവിടെ ഇരിക്കുമല്ലേ, അടുത്ത ടേംസ് തന്നേക്കുമല്ലേ. സോ ഒന്നാമത്തെ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല, അതെന്ത് ചെയ്യണം, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, 16 മൈനസ് 11 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചതാണ്, ഓൾറെഡി 5 ആണ് കേട്ടോ. ഓക്കെ, സോ ഡി ഈക്വൽ 5. എന്ത് ചെയ്യാം, മാത്സിൽ എപ്പോഴും ചെയ്യും, മുകളിലെ സ്റ്റെപ്പ് നോക്കി താഴത്തെ സ്റ്റെപ്പ് എഴുതുക. ഇനി ചില പിള്ളേരുണ്ട് 10 പ്ലസ് 11 21 അങ്ങനെ എഴുതുന്നത്, അങ്ങനെ എഴുതാൻ പാടില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യണം. 11 അതേപോലെ ഇറക്കി എഴുതി, പ്ലസ് അതേപോലെ ഇറക്കി എഴുതി, അടുത്ത ബ്രാക്കറ്റിനകത്ത് എന്തുണ്ട്, 10 മൈനസ് 1 നമുക്കറിയാം എത്രയാ, 9. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 വെറുതെ ഇവിടെ ഇട്ടാൽ മതിയോ, 95 ഇല്ലേ, അങ്ങനെയാണോ, അങ്ങനെയല്ല. അതായത് ഇതിന്റെ ഇടയിൽ ഏതാ സൈൻ, ഇൻറ്റു ആണ് സൈൻ. ഓക്കെ, ഈ ബ്രാക്കറ്റിനർത്ഥം ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് സൈൻ. സോ 11 പ്ലസ് 9 ഇൻറ്റു 5. ഇനി പിള്ളേർ ചെയ്യുന്ന ഒരു തെറ്റാണ്, ഇതുവരെ ഒക്കെ ശരിയാക്കും, ഫോർമുല പഠിച്ച സാറേ ഇതൊക്കെ പഠിച്ച് സ്റ്റെപ്പൊക്കെ ശരി, അവസാനം ആൻസർ തെറ്റും. എന്തുകൊണ്ടാ, ഇതും പ്ലസ് 11 പ്ലസ് 9 ചെയ്യാൻ പാടും, ഇത് രണ്ടും ചെയ്യാൻ പാടില്ല. ആദ്യം എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ആദ്യം നമ്മൾ ഇവിടെ പറഞ്ഞെന്താ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 11 ലാസ്റ്റ് വരെയും അതേപോലെ തന്നെ വരാം അല്ലേ, കണ്ടോ, പ്ലസ് 11 പ്ലസ് 9 ഇൻറ്റു 5 ആദ്യം എന്ത് ചെയ്യണം, 9 ഇൻറ്റു 5 എന്ന് പറയുന്നത് 45 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും, 56 എന്നാണ്. ഓക്കെ ആണല്ലോ. സോ ഇതിലെ ഇതിന്റെ 10th ടേം എന്ന് പറയുന്നത് എത്രയാണ്, ഇതിങ്ങനെ പോയി 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 ഏതുവരെ 56 വരെ നമുക്ക്. ഓക്കെ ആണല്ലോ. സോ 10th ടേം 56 ഏത് ഫോമിൽ ഉപയോഗിച്ചു, എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇനി രണ്ടാമത്തെ ഫോർമുലയിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം നോക്കി, എക്സ് എൻ ഈസ് ഈക്വൽ ടു എന്താണ് അവിടെ, എ എൻ പ്ലസ് ബി ആയിരുന്നു അല്ലേ, വേർ ബി ഈസ് ഈക്വൽ ടു എന്താണ്, ബി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എ. അത് ആ ഫോർമുലയുടെ ഭാഗമാണ് കേട്ടോ.
മറന്നു പോകരുത്. ഇത് കണ്ടുപിടിച്ചിട്ട് ഈ ബി എന്താ, എ ഒന്നാമത്തെ ടേമും ബി രണ്ടാമത്തെ ടേമും ആയിരിക്കും എന്നൊന്നും വിചാരിക്കരുത്. ബി എന്ന് പറയുന്നത് മൈനസ് എൻ, എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഇവിടുത്തെ എ കോമൺ ഡിഫറൻസ് ആണ് മക്കളെ. ഒന്നുപോലെ സിമ്പിൾ, നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഇല്ല. എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാ? 5. ഇനി കണ്ടുപിടിച്ചിട്ടില്ല, നിങ്ങൾ ആദ്യത്തെ മെത്തേഡ് ചെയ്യുന്നത് കണ്ടുപിടിച്ചിട്ട് 5 ഇൻറ്റു n എന്ന് പറയുന്നത് ഇവിടെ എത്ര, നമ്മൾ എത്ര കണ്ടുപിടിക്കാൻ വന്നേക്കുന്നത്? എക്സ് 10 കണ്ടുപിടിക്കാൻ. സോ n എന്തായിട്ട് എടുക്കണം? 10 പ്ലസ് ബി ഇസ് ഈക്വൽ ടു എഫ് മൈനസ് ബി. സോ അത് ആദ്യം ഇവിടെ ചെയ്ത് വെച്ചേക്കാം വർക്കിംഗ് കോളത്തിൽ. എഫ് എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് ടേം 11 മൈനസ് കോമൺ ഡിഫറൻസ് 5 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ, സോ അത് തമ്മിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതും കൂടി കൂട്ടുകയാണോ ചെയ്യുക? അല്ല, ആദ്യം ഇതും ഇൻറ്റു ചെയ്യണം. 5 ഇൻറ്റു 10 3 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 56. ഓക്കെ, അതേ ആൻസർ അല്ലേ ഇവിടെ കിട്ടിയത്? അതേ ആൻസർ തന്നെ ഇതും കിട്ടിയത്. സോ ഇതാണ് സാറേ കുറച്ചും കൂടെ എളുപ്പം അല്ലേ? സോ ഏത് ഫോർമുല വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിനനുസരിച്ച് എന്ത് ചെയ്യുക? സാധനങ്ങൾ എടുത്തോളൂ. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അവിടുത്തെ കോമൺ ഡിഫറൻസ് ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് ഇത് മൈൻഡിൽ വെച്ചേക്ക്. ഓക്കെ, ഏത് ഫോർമുല വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ഏത് എഴുതിയാലും കോമൺ ഡിഫറൻസ് എടുക്കുന്നത് ശ്രദ്ധിച്ചോളാം. അതുപോലെ എന്താണ്, ബി ഇസ് ഈക്വൽ ടു എഫ് മൈനസ് ഇതിൽ എഴുതാൻ വിട്ടു പോകരുത്. തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. അങ്ങനെ മനസ്സിലായോ? പിന്നെ ഇപ്പം ഇതിലെ 100ാമത്തെ ടേം കണ്ടുപിടിക്കണോ, 200ാമത്തെ ടേം കണ്ടുപിടിക്കണോ, 25th ടേം കണ്ടുപിടിക്കണോ, ഏത് കണ്ടുപിടിക്കാനും നമുക്ക് എന്താണ് സുഖമാണ്. ഓക്കെ, സോ അരിത്തമെറ്റിക് സീക്വൻസ് തരും, അതിൽ എത്രാമത്തെ ടേം കണ്ടുപിടിക്കുക. ഇതും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സോ ഡൗട്ട് ഇല്ലല്ലോ. ഓൾജിബ്രിക് എക്സ്പ്രഷൻ വരുന്ന സമയത്ത് ഇതിന്റെ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? എക്സ് എന്ന് കണ്ടുപിടിക്കുക. അതിന് എന്ത് കൊടുക്കാൻ പറ്റില്ല? ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നെ ലാസ്റ്റ്, അതായത് ഇതിൽ ഏതിന് എന്നിന് വാല്യൂ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടണം? ഈ ടേംസ് തന്നെ കിട്ടണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നിന് എന്ത് ചെയ്യാതിരിക്കുക? വാല്യൂ കൊടുക്കാതെ നമ്മൾ ചെയ്യുക. ഓക്കെ, എന്താ, ഏത് ഫോർമുല? ഈ ഫോർമുലയിൽ എടുക്കണോ, ഈ ഫോർമുലയിൽ എടുക്കണോ, ഏത് വേണമെങ്കിലും എടുക്കാം. തൽക്കാലം ഞാൻ ഈ ഫോർമുലയിൽ കാണിച്ചത്, ഇതാണ് കുറച്ചുകൂടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എളുപ്പം. ഓക്കെ, സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താ? 5 ആണ്. ഇൻറ്റു n എന്നുള്ളത് ഞാൻ അതുപോലെ തന്നെ കൊടുത്തു, പ്ലസ് ബി എന്ന് പറയുന്നത് എഫ് മൈനസ് എ. എഫ് നമുക്കറിയാം എന്താണ്, 11 ആണ്. എ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് 6 നോക്കിക്കേ മക്കളെ, 5 ഇൻറ്റു n, അതായത് 5n പ്ലസ് 6 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ എന്ത്, ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഇത്രേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണേ ഈ ഫോമിലാണ് എളുപ്പം. ഇതും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതും വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും. ഓക്കെ, അത് വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. എക്സ് എൻ എന്ന് പറയുന്നത്, എഫ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ എന്താ, 11 പ്ലസ് എന്നിന് ഞാൻ വാല്യൂ കൊടുത്തില്ല, n മൈനസ് 1 ഇൻറ്റു ടി എന്ന് പറയുന്നത് അതെനിക്കറിയാം. ആദ്യം എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. സോ അതിനെന്തെന്ന് കിട്ടും? 11 പ്ലസ് 5 ഇൻറ്റു n എന്ന് പറയുന്നത് 5n ഇൻറ്റു 5 ഇൻറ്റു മൈനസ് 1. അവിടെ ശ്രദ്ധിക്കണം, 5 ഇൻറ്റു മൈനസ് 1 മൈനസ് ഓക്കെ, സോ എന്ത് കിട്ടും? രണ്ട് നമ്പേഴ്സ് കണ്ടോ? ഈ എന്നിൻ്റെ കൂടി 5 കൂട്ടാൻ പറ്റുമോ, കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് 11 മൈനസ് 5 നമുക്ക് എന്ത് കിട്ടും? 6 പ്ലസ് n എന്ന് കിട്ടും. സാർ ഇത് 5n പ്ലസ് 6 ഇത് 6 പ്ലസ് 5 തന്നെയാണ്, രണ്ടും സെയിം ആണ്. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്തെന്ന്, 5n പ്ലസ് 6. ഇതിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന സയൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ രണ്ടും പ്ലസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, രണ്ട് ഫോമിൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സെയിം ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഇത് എന്തിനാ സാർ ഉപയോഗിക്കുന്നത്? ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളോട് 4ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറ്റും. 4ാമത്തെ ടേം എന്ത് സാർ, ഈ ഫോർമുല ഉപയോഗിക്കും. ഈ ഫോർമുല ഉപയോഗിക്കേണ്ട, ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചേക്കല്ലേ. ഇത് വെച്ചിട്ട് 4ാമത്തെ ടേം ഒന്ന് നോക്കിക്കേ. 4ാമത്തെ ടേം x4 ഈസ് ഈക്വൽ ടു x4, എന്നിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 4 കൊടുത്തുകൊണ്ട് xn എന്ന് പറയുന്നത് എന്തായിരുന്നു? 5n പ്ലസ് 6 ആയിരുന്നു അല്ലേ? സോ ഇവിടെ എന്നിന് പകരം എന്ത് കൊടുത്തു? 4 കൊടുത്തു. 5 ഇൻറ്റു 4 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 20 പ്ലസ് 5 ഇൻറ്റു 4 20, 20 പ്ലസ് 6 അല്ലേ? ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 26. നോക്കിക്കേ മക്കളെ, 1 2 3 4, 4ാമത്തെ 26 ഉണ്ടോ? അപ്പൊ അതുപോലെ ഏത് ടേം കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? സംഭവം സിമ്പിൾ ആണ്. സോ ഒന്നുകൂടെ ഞാൻ ഫോർമുല കാണിച്ചു തരാം. ലാസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിലും ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണമെങ്കിലും nth ടേം കണ്ടുപിടിക്കണമെങ്കിലും എല്ലാം എന്ത് തന്നെയാണ്, ഈ രണ്ട് ഫോർമുലാസ് ആണ് ഉപയോഗിക്കുന്നത്. രണ്ട് ഫോർമുല വെച്ചിട്ടും എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. എന്തെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചോദിക്കാം. ഇത് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു
ബ്രീഫ് ആയിട്ടുള്ളൊരു നോട്ട് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് ഡിസ്കസ് ചെയ്തു, അതുപോലെ സം ഓഫ് ടേംസ് ഡിസ്കസ് ചെയ്തു, അതുപോലെ ലാസ്റ്റ് ടേം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 2-3 ഫോർമുലാസും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. സോ അത് ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആവട്ടെ. എല്ലാവരും എന്തായാലും വർക്കൗട്ട് ചെയ്ത് നോക്കുക. എപ്പോഴും മാക്സിമം വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഏത് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും. സോ കൂടെ ഫോളോ ചെയ്തോളാം. എന്തായാലും ഓക്കെ, താങ്ക് യു, ബൈ.